ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് മൊബൈൽ ഫോൺ ഹാങ് ആവുന്നു, നമുക്ക് സൈറ്റിലേക്കൊന്നും കറക്റ്റായിട്ട് കയറുന്നില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മൾ ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്തൊന്നും പ്രശ്നം നടക്കുന്നുണ്ടാവില്ല. ഞാനിവിടെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ നോക്കി നോക്കുമോ അത് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഫോൺ ഇതേപോലെ തന്നെ ഹാങ് ആവുന്നതും അതുപോലെ തന്നെ സൈറ്റിലേക്കൊന്നും പെട്ടെന്ന് കയറാൻ പറ്റാത്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ആ സെറ്റിംഗ്സ് എന്ന് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ മൊബൈലിൽ നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഹാങ് ആവുന്ന ഒരു പ്രശ്നം, തീരെ ഫാസ്റ്റ് അല്ല എന്നുള്ളത് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുന്ന ഇവിടെയാണ് നമ്മൾ സെർച്ച് കൊടുക്കുക അല്ലെ. സെർച്ച് കൊടുക്കുന്ന സമയത്ത് പക്ഷെ വളരെ ഇങ്ങനെ കറങ്ങി കളിക്കുക. അതിനുള്ള പ്രധാന കാരണം കണ്ടില്ലേ, നമ്മൾ ഇതിന് മുൻപ് നമ്മൾ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും അവിടെ മുകളിലുള്ള ടാബില് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ ഇതിന് മുൻപ് പല സൈറ്റുകളിലും കയറി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹാങ് വരുന്നത്. ഇതിങ്ങനെ വരാതിരിക്കാൻ നല്ലൊരു ട്രിക്ക് കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, ആ ഏറ്റവും മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടില്ലേ ഇവിടെ സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഓരോരോ ടാബുകൾ ഓപ്പണായി വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ആ ടാബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നെവർ എന്ന് പറഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കുറവ് ദിവസങ്ങൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. 7 days, 14 days, 28 days ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ദിവസം നോക്കാം. ഇവിടെ 7 days, അതായത് നമ്മൾ എന്ത് സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് 7 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായി പോകും, നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ടാബ് ഒന്ന് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ നമ്മളെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും.